അബുദാബി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ പണം തട്ടിയതായി പരാതി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പാച്ചൂസ് എന്ന പാനൂർ സ്വദേശി ഫായിസ് കെട്ടിക്കെയാണ് ഫ്യൂച്ചർ സ്റ്റാർസ് അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പലരിൽ നിന്നും പണം തട്ടിയത്. ഒടുവിൽ പണവും ടൂർണമെന്റും നഷ്ടമായതോടെ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പാച്ചൂസ് എന്ന ഫായിസ് കെട്ടിക്കയുടെ റീൽസിലും മോട്ടിവേഷൻ വീഡിയോയിലും ആകൃഷ്ടരായാണ് തലശ്ശേരിയിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെയും മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധി പേർ അബുദാബി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഫ്യൂച്ചർ സ്റ്റാർസ് അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കോച്ചിംഗ് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തത്. 2024 ഓഗസ്റ്റ് മുതൽ ധർമ്മടം പാലിയാടുള്ള ഗ്രൗണ്ടിലായിരുന്നു കോച്ചിംഗ്. ആദ്യ മാസങ്ങളിൽ കൃത്യമായി കോച്ചിംഗ് ലഭിച്ചു. പിന്നീട് ക്ലാസിന്റെ എണ്ണം കുറഞ്ഞു വന്നു. ഇതിനിടെ വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ പേരിൽ ക്ലാസ് പൂർണ്ണമായും നിർത്തി. വിസ, താമസം എന്നിങ്ങനെ പല ആവശ്യങ്ങളും പറഞ്ഞ രക്ഷിതാക്കളിൽ നിന്നും ഫായിസ് പണം കൈക്കലാക്കുകയും ചെയ്തിരുന്നു. കതിരൂർ പൊന്നം സ്വദേശി CK സുഹർഷനിൽ നിന്നും മാത്രം വാങ്ങിയത് 51,000 രൂപയാണ്. ഒരു ഫ്യൂച്ചർ അക്കാദമി എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഫൈസൽ എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അതിന് പ്രകാരം ഇവർ കുറച്ച് കുട്ടികൾ സെലക്ട് ചെയ്തു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് നമ്മൾ 25,000 രൂപ വാങ്ങിച്ചു, 26. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്കോമഡേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 25 വാങ്ങിച്ചു. അങ്ങനെ ടോട്ടൽ പലർക്കും പല രീതിയിലുള്ള എമൗണ്ടുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് 51 പോയിട്ടുണ്ട്. പിന്നെ അപ്പം ഫെബ്രുവരി 15-ലാണ് ഈ ടൂർണമെൻറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡേറ്റിനോടനുബന്ധിച്ചിട്ട് പറഞ്ഞു നമുക്ക് സ്ക്വാഡിൽ കുട്ടികൾ തികഞ്ഞില്ല, അതുകൊണ്ട് നമ്മളിത് ക്യാൻസൽ ചെയ്യാൻ നിങ്ങളുടെ പൈസയൊക്കെ തിരിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുവരെയായിട്ടും ഒരു വിവരമില്ല. പുള്ളിയെ വിളിച്ചാലും കിട്ടൂല, നമുക്ക് കോൺടാക്ട് ചെയ്യാനും മാർഗ്ഗമില്ല. എൻ്റെ മോനിങ്ങനെ കോച്ചിങ്ങിനായിട്ട് 47,000 രൂപ ഞാൻ കൊടുത്ത് ഇതിന് ഒന്നുമില്ല, കോച്ചിങ് പോലും ഒന്നുമില്ല. 2-3 ഘട്ടമായിട്ട് പൈസ കൊടുത്ത. അപ്പോൾ ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനമായില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ധർമ്മടം സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് വന്നതാണ്. ഇങ്ങനെ പലരിൽ നിന്നും ഈ സോഷ്യൽ മീഡിയ താരം കൈക്കലാക്കിയത് ലക്ഷങ്ങളാണ്. ഒടുവിൽ വിദേശ ടൂർണമെന്റുമില്ല, പണവും നഷ്ടമായെന്ന അവസ്ഥ എത്തിയപ്പോൾ രക്ഷിതാക്കൾ ഫായിസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ മറുപടിയൊന്നും തന്നെ ഇല്ല. തുടർന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.